അവർക്ക് പകുതി തരാം, നിങ്ങൾക്കും പകുതി മേടിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള പരിപാടി സംസാരങ്ങളൊക്കെ അതിനകത്ത് നടന്നേക്കുന്നു. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസൽ വ്ലോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവർ മാക്സിമം ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഈ ഒരു കേസ് കുത്തിപ്പൊക്കി വന്നത് ആരാണ്, ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെല്ലാം വന്നിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. ഉദയഗിരിജയുടെ മരുമകൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഗിരിജയുടെ മകളുടെ ഹസ്ബൻഡ് നമ്മളുമായിട്ട് സംസാരിച്ച ഒന്ന് രണ്ട് വോയിസും കാര്യങ്ങളാണ് നമ്മൾ ഇതെല്ലാം കണ്ടു ബോധ്യപ്പെട്ടിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ കണക്ക് ആ വോയിസും ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും 7 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മളെ ഇതിനകത്ത് ഏറെ കയറ്റുമെന്ന് പറഞ്ഞത് എല്ലാ വോയിസ് ക്ലിപ്പും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. യൂട്യൂബേഴ്സ് ആണോ? യൂട്യൂബേഴ്സ് ആണോ വിളിച്ചത്? ആ, ഓക്കെ, ഫൈൻ. അപ്പൊ അന്നേരം അത് നമ്മള് അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇത് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പേരോ കാര്യങ്ങളൊന്നും അല്ല. യൂട്യൂബേഴ്സ് ആണ് നിങ്ങളെ വിളിച്ചിങ്ങനെ എയറിൽ കയറ്റും എന്ന് പറഞ്ഞ് സംസാരിച്ചത് യൂട്യൂബറാണ്. ഓക്കെ, ഇപ്പൊ ഫൈൻ. അല്ല, ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ, എനിക്കായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അല്ല, നിങ്ങൾ ചാനലിൽ ഇടാനാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മളെ വിളിച്ച് ഈ സംസാരിച്ചതും സെറ്റിൽമെന്റ് ചോദിച്ചതും എല്ലാം അതിന് കഴിഞ്ഞ ശേഷമാണ് ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം വെച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അങ്ങനാണ് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ലൈഫ്, ഇങ്ങനെ അവരുടെ ഫാമിലി ലൈഫ് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇടാൻ തുടങ്ങിയത്. മനസ്സിലായി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം നമ്മൾ നിയമപരമായിട്ട് പോവാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. യൂട്യൂബേഴ്സ് എന്ന് പറയാൻ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാരെയും അടച്ചാഭിഷേകിക്കുമല്ല, പക്ഷെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്ക് എല്ലാരും നല്ല ആൾക്കാരും ഉണ്ട്. ഇതിനകത്ത് മോശപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെയും കൂടെ അത് ബാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് പകുതി തരാം, നിങ്ങൾക്കും പകുതി മേടിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള പരിപാടി സംസാരങ്ങളൊക്കെ അതിനകത്ത് നടന്നേക്കുന്നു. അപ്പോൾ ഈ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ ഇത് ഞാനൊരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയാവും ഞാൻ വിളിച്ച് സംസാരിച്ച ഒരു വോയിസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിൽ ഒരു വ്യക്തി ഉദയഗിരിജിയുടെ മരുമകനെ വിളിക്കുകയും അവരെ നിന്ന് പൈസ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പൈസ എനിക്ക് ഇത് എന്തുമാത്രം സത്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമല്ല. പക്ഷെ പുള്ളി പറയുന്നത് പുള്ളിയുടെ കയ്യിൽ ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വിടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ സബ്ജക്റ്റിന്റെ പുറത്ത് ഈ ഒരു പൈസയും കാര്യങ്ങളും ആവശ്യപ്പെട്ട യൂട്യൂബർ ആരാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എന്തു പറയാനാ, എനിക്ക് ഒരു അറിവുണ്ട് ആരായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പറഞ്ഞു വന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വ്യക്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആ പുള്ളി ഇതുവരെയായിട്ട് പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പേര് പറയാമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്നൊരു യൂട്യൂബർ ഈ ഒരു പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. അത് പുറത്തു വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നുണ്ട്. ഒരാൾ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ പറയുന്ന കണക്ക് പൈസ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൊടുത്തില്ല, അത് വേണ്ട. എന്നിട്ട് യൂട്യൂബിന്റെ ഇതില് വിളിച്ച ആ വ്യക്തി പറയുന്നുണ്ട്, നമുക്ക് ഇത് 2 കൂട്ടുകാർക്കും പകുതി പൈസ വീതം കൊടുത്ത് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം. മീൻസ് സന്ധ്യയാണ് ആദ്യം സ്റ്റാർട്ടിങ് ഈ കേസ് കൊടുക്കുന്നതും ഇതിനെപ്പറ്റി വരുന്നത്. അപ്പോൾ ഇത് കുത്തിപ്പൊക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഈ പറയുന്ന യൂട്യൂബർ വിളിച്ച് സംസാരിക്കുകയും അപ്പം നിങ്ങൾ ഒരു സെറ്റിൽമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും മിണ്ടാതിരിക്കാം, സന്ധ്യയ്ക്ക് പൈസ കുറച്ച് കൊടുക്കാം, ഞാൻ ബാക്കി എടുക്കും, 50-50 ആയിട്ട് ഞങ്ങൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒത്തുതീർപ്പായിട്ട് കൊണ്ടുപോകാം. ഇത് പിന്നെ നിങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവരത്തില്ല, നിങ്ങൾ അവസാനിപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൈസ കൊടുക്കാൻ വിസമ്മതിക്കുകയും അതിനെ ചൊല്ലിയുള്ളതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് വഴി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നത് കണക്ക് മരുമകന്റെ അഭിപ്രായം. അപ്പോൾ എന്താണ് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി എനിക്കും തീർത്തൊരിതില്ല. ഇങ്ങനെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദയഗിരിജയുടെ മരുമകനെ അത് പുറത്ത് വിടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ആരാണ് അങ്ങനെ നിങ്ങളടുത്ത് പൈസ ആവശ്യപ്പെട്ടത്, ഇത് ഈ ഒരു പ്രശ്നം കോംപ്രമൈസ് ആയി കൊണ്ടുപോകാം എന്ന് ആവശ്യപ്പെട്ട വ്യക്തികൾ ആരാണ് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ എത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. നമ്മൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബൈ ഹേസൽ വ്ലോഗ്സ്. അടുത്ത വീഡിയോയിൽ വരാം.